ഹലോ ഗേസ് പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരെല്ലാവരും കൂടെ പറഞ്ഞു വിടുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നീ കാണിച്ചതിന് ഇത്രയൊന്നും തന്നാൽ പോരാ, ആൾമാറാട്ടത്തിന് ക്രിമിനൽ കുറ്റം തന്നെ നിൻ്റെ പേര് ചുമത്താൻ പറയണം. പിന്നെ അച്ഛനെ ഓർത്ത് ഞാനൊന്നും ചെയ്യാത്തത്, നിൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് നീ കമ്പനിയുടെ ഈ സ്ഥാനത്ത് ഇരുന്നു പോയത്. എൻ്റെ മകൻ്റെ കയ്യിൽ ഞാനൊരു ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ തന്നെ കൊടുത്തു വിട്ടേക്കുന്നത്. പക്ഷെ നിൻ്റെ കയ്യിൽ തരുമ്പോൾ അങ്ങനെയല്ലാന്ന് ചിന്തിക്കാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. പല അനുഭവങ്ങളിൽ നിന്നും എനിക്കത് മനസ്സിലായതാ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആകെ ചമ്മി നാറി നിൽക്കുവാണ് കേട്ടോ നമ്മുടെ അബി. അത് കഴിയുമ്പോഴത്തേക്കും പോലീസുകാരൻ അബിക്കിട്ട് ഒറ്റെണ്ണം കൊടുക്കുവാണ്. എന്നിട്ട് പറയാം, ഇത് ക്രിമിനൽ കുറ്റമാക്കാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലടാ, പത്രത്തിലൊക്കെ കൊടുക്കാനും അറിയാം. പിന്നെ ആ സാറിനെ ഓർത്ത് മാത്രം ഞാൻ ചെയ്യുന്നില്ല. അത് മാത്രമല്ലല്ലോ, ഇപ്പം മേഡവും കൂടെ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുക. കൂടുതൽ പ്രശ്നങ്ങളാക്കാതെ മര്യാദയ്ക്ക് നീ പൊക്കോളുക. അന്ന് നീ എന്നെ തല്ലി പിടിച്ചപ്പോൾ തിരിച്ചു തല്ലിയായിരുന്നു. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇതിൻ്റെ പേരിൽ നീ കേസാക്കാൻ വന്നാൽ അന്ന് ഞാനിതെടുത്ത് എല്ലായിടത്തും അങ്ങ് പ്രചരിപ്പിക്കും എന്ന് പറയും കേട്ടോ. ഞാകെ നാണം കെട്ട് അബി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശരണ്യയും കൂടെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ എന്ത് പരിപാടി കാണിച്ചാലും ഇങ്ങനെയാണല്ലോ അവസ്ഥ, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. എന്തായാലും നിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം അവസാനം പോലീസും കൂടെ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നെ അറിയാവുന്ന ചില നാട്ടുകാർ കണ്ടു. അതുകൊണ്ട് എനിക്ക് എന്തായാലും പറഞ്ഞ വിഹിതം കിട്ടണം എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അബി പറയുന്നുണ്ട്, അത് ഞാൻ എവിടെ നിന്ന് തരാനാ, എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുമായിരുന്നോ? നാണം കെട്ടത് നീ മാത്രമല്ലോ, ഞാനും നാണം കെട്ടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട്, നിനക്കിതൊക്കെ ഒരു ശീലമാണല്ലോ, നിനക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഈ പറഞ്ഞ തുക കിട്ടിയില്ലെങ്കിൽ നേരെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് കയറി വരും. മൂർത്തി സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂർത്തി സാർ എന്തായാലും നാണക്കേട് പേടിച്ചെങ്കിലും എനിക്ക് ആ തുക തരും. പിന്നെ അതിൻ്റെ പേര് നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ വരതിടുക. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞേക്കുക, എനിക്ക് എൻ്റെ കമ്മീഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ശരണ്യ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നയനേനെയാണ്. നയനേനെ ആദർശ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ വന്നോ, അമ്മ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അതിങ്ങനെ ജയനോട് പറയുവാണ് നയന. അപ്പം ജയൻ പറയുന്നുണ്ട്, അവനോട് സമാധാനമായിട്ട് കമ്പനിയിലെ കാര്യം നോക്കാൻ പറ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണ്. ആ സമയത്ത് ജലജ അങ്ങ് വരുവാണ് കേട്ടോ. ജലജ ഇതെല്ലാം കേട്ടിട്ട്, 50 ലക്ഷം ഇപ്പം കിട്ടിക്കാണും, കോളടിച്ചു ചിന്തിച്ച് ഓരോരോ പദ്ധതികൾ ഇടുവാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി വരുന്നുണ്ട്. അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, താൻ എവിടെ പോയതാടോ? എനിക്ക് കരൾ വന്ന പെൺകൊച്ചിനെ കാണാൻ വേണ്ടി പോയതും, കാണുക മാത്രമല്ല 50 ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. അവളത് വലിയ താമസിക്കാതെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ബാങ്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ജലജ പറയാണ്, അതെന്തായാലും നന്നായി, കരൾ കൊടുക്കുന്നതിന് 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഇടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നയന ഞെട്ടിപ്പോവാണ്. എന്നിട്ട് പറയുകയാണ്, എന്നാലും അമ്മ നോക്കിയും കണ്ടുമൊക്കെ തീരുമാനം എടുത്താൽ പോരായിരുന്നോ, ആരാ എന്താണെന്നൊക്കെ അറിയാതെ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ജലജ പറയുകയാണ്, ഇവൾക്ക് അതിനും കണ്ണുകടിയാണോ എന്നൊക്കെ പറഞ്ഞ് നയനേനെ കുറേ കുറ്റം പറയുവാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ എന്തിനാ വിഷമിപ്പിക്കുന്നത്, എനിക്ക് കരൾ തന്ന പെങ്കൊച്ചിനല്ലേ കൊടുത്തത്, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് എല്ലാവരോടും ചോദിക്കുമ്പോൾ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. അതിന് ജലജി പറയുന്നതൊക്കെ ദേവയാനി ഇങ്ങനെ കേട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് കയറി പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും ജലജയ്ക്കും മനസ്സിലൊരുപാട് സന്തോഷവുമാണ്. അബീനെ പോയി വിളിച്ച് നോക്കാം, കാശ് കിട്ടി കാണുമെന്നൊക്കെ ചിന്തിച്ച് നേരെ ജലജയെ അങ്ങ് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് അബീനെ വിളിക്കുവാണ്. എത്ര വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നില്ല കേട്ടോ. അപ്പം ജലജ ഇങ്ങനെ ചിന്തിക്കുവാണ്, കയ്യിൽ 10 പൈസ വന്നതുള്ളൂ, അപ്പോഴേ അവൻ്റെ അമ്മേനെ മറന്നു, ആ കാശ് മുഴുവൻ പോയി കറങ്ങി നടന്ന് തീർത്ത് കാണും എന്ന് പറയും കേട്ടോ. ആ സമയത്ത് നയന ജയനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മളിനി എന്ത് ചെയ്യും, അമ്മ പറഞ്ഞ പോലെ ആ ചെക്ക് അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്താൽ പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, മോള് സമാധാനമായിട്ടിരിക്കുക, ഞാൻ ബാങ്കിലെ മാനേജറെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ബാങ്ക് മാനേജറിനെ വിളിക്കും കേട്ടോ. എന്നിട്ട് ദേവയാനി ഇന്ന് അവിടെ വന്നിരുന്നോ, ദേവയാനിയുടെ ചെക്ക് ആർക്കെങ്കിലും കൊടുത്തത് അവരാരെങ്കിലും മാറാൻ വേണ്ടി വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ആ ചെക്ക് ബൗൺസ് ആയല്ലോ, മാഡത്തിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലേ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, മാഡം അത് വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റിയായിരുന്നു, ഈ അക്കൗണ്ടിൽ എന്തായാലും ചെക്ക് കൊടുത്ത് അത് ബൗൺസായി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് നയനയോട് കാര്യങ്ങളൊക്കെ ജയൻ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല മോളെ, അയാൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്, എന്തായാലും അയാൾ തന്നെ പറയുമ്പോൾ പറയട്ടെ, എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയും കേട്ടോ. ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ് നയനയും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ഫോണിൽ നോക്കിയിട്ട് അച്ഛൻ അമ്മയെന്ന് വിളിച്ച് ഓടി അകത്തോട്ട് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് ഗോവിന്ദനെയും കനകനെയൊക്കെ കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, എനിക്ക് എസ് ഐ സെലക്ഷൻ പാസ്സായി, എനിക്ക് ടെസ്റ്റ് കിട്ടി, ഇനി ഞാനൊരു പോലീസുകാരിയാവും എന്നൊക്കെ പറയും കേട്ടോ.
ഇത് കേൾക്കുന്ന കനയ്ക്കും ഗോവിന്ദനൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അവരെന്നിട്ട് പറയുന്നുണ്ട്, ആ കാക്കി ഇടാതെ തന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദൂട്ടാ നിൻ്റെ സ്വഭാവം ഇതാണ്, ഇനി കാക്കി ഇട്ടു എന്നും പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾക്കൊന്നും പോരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് നേരത്തെ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയായിരുന്നല്ലോ, ഇപ്പം നിയമം എൻ്റെ കയ്യിലായതുകൊണ്ട് എന്തും ചെയ്യാം, ആരെങ്കിലും നീതിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് കൊടുക്കും എന്ന് പറയും കേട്ടോ. എന്നിട്ട് അച്ഛനോടും അമ്മയോടും ചേച്ചിമാരോടും ഈ കാര്യം പറയാൻ വേണ്ടി നേരിട്ട് പൊക്കോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുവാണ്. അപ്പോൾ കനവ് പറയുന്നുണ്ട്, മോളവിടെ ചെല്ലുന്നത് നമിക്ക് ഇഷ്ടമല്ല, അത് പോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, അതെനിക്ക് എൻ്റെ ചേച്ചിമാരോട് നേരിട്ട് തന്നെ പറയണം എന്ന് പറയാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ പറയും, അബി എവിടെയാണോ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ടെൻഷൻ ആവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അബി പെട്ടെന്ന് അങ്ങ് കയറി വരും കേട്ടോ. അബിയുടെ മുഖത്തെ പാട് കാണുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ മുഖത്തിന് നിന്ന് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി ജയൻ്റെ അങ്ങ് ഇറങ്ങി വരുവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പറയാം വല്ല പോലീസുകാരും പിടിച്ച് അടിച്ചതായിരിക്കും അല്ലേടാ എന്നിങ്ങനെ കളിയാക്കി ചോദിക്കുക കേട്ടോ. അപ്പോൾ അബി ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. ആ സമയത്ത് നയനെ നബിയും കൂടെ താഴോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരെയും മുമ്പ് വെച്ച് ദേവയാനി പറയുവാണ്, എനിക്ക് കരൾ ദാനമായിട്ട് വന്ന പെങ്കൊച്ചിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇവനാണ്, അവനൊരു പെങ്കൊച്ചിനെ കാണിച്ചു തരുകയും ചെയ്തു, എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആദർശന് കൊടുത്ത കണക്കിന് ഒരു 50 ലക്ഷത്തിൻ്റെ ചെക്ക് ആ പെങ്കൊച്ചിന് മാറാൻ വേണ്ടി കൊടുക്കുകയും ചെയ്തു എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. ജലജയാണെങ്കിൽ പണി പാളിയല്ലോ എന്നോർത്ത് അവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, ഓരോരുത്തരെ അളക്കാനുള്ള കഴിവ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, നിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചിരുന്നു, കരൾ തന്ന പെങ്കൊച്ച് ആരാന്ന് വെളിപ്പെടുത്താനേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, ഈ കാണിച്ച പെൺകുട്ടി അല്ല എന്ന് പറയാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് നബിക്ക് ആകെ നാണക്കേടാവുകയാണ്. നബി എന്നിട്ട് പറയുന്നുണ്ട്, വലിയമ്മ ഇതെന്നോട് അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ, ഇവനായി ഐഡിയ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞേനേയും അത് ഇവർക്ക് കാശ് തട്ടാനുള്ള മാർഗ്ഗമാണ്, ഇവനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മയായിരിക്കും അതിലെ പ്രധാന ഐഡിയ പറഞ്ഞു കൊടുത്താണെന്ന് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജലജനെ നോക്കുമ്പോഴത്തേക്കും ജലജ പെട്ടെന്ന് അബിക്കിട്ട് അടിക്കുവാണ് കേട്ടോ. എന്നിട്ട് ഭയങ്കര ഷോ കാണിച്ചിട്ട് പറയുകയാണ്, എന്താണ് നീ കാണിച്ചത്, നാണക്കേടാക്കുമല്ലോ നീ ഇങ്ങനെയെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ജയൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൂടുതൽ അടിയും പിടിയൊന്നും വേണ്ട, ഡ്രാമയൊന്നും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അച്ഛനിവിടെ ഉണ്ടായിരുന്നേ നിന്നെ ഇപ്പോൾ ഇവിടുന്ന് പുറത്താക്കിയേനേയും എന്ന് ജയൻ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, പുറത്താക്കാനുള്ളൊരു 100 കാര്യങ്ങൾ ഇപ്പം തന്നെ നീ ചെയ്തു കൂട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് മതിയായില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് അബി പറയാണ്, ആ പെങ്കൊച്ചെന്നോട് അങ്ങനെയാണ് പറഞ്ഞേ, അവൾ കരൾ കൊടുത്തെന്ന്, അതുകൊണ്ടാണ് ഞാൻ അമ്മായിയോട് വന്ന് പറഞ്ഞതെന്ന് പറയും കേട്ടോ. ഇതോടെ കേൾക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇനി പുതിയ ഓരോ ഐഡിയയും കൊണ്ട് വന്നോളും, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് നിൽക്കുന്ന നവ്യ പറയുന്നുണ്ട്, ഐഡിയ ഇവനെ പറഞ്ഞു കൊടുത്തതാണെങ്കിൽ വേറെ ആരും ആയിരിക്കുമല്ല, ഇവൻ്റെ അമ്മേനായിരിക്കും ഇമാതിരി ഐഡിയ ഒക്കെ അവരുടെ തലയിലേ വരുള്ളൂ എന്ന് പറയും കേട്ടോ. ഇങ്ങനെ നവ്യ പറയുന്നത് കേട്ട് തീരെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന ജലജനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.